ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലാണെങ്കിലും അല്ലാതെ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് ചോദിക്കുന്ന, അതായത് റീസെൻ്റ്ലി ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ. അതായത് നമുക്ക് മാവിൻ്റെ തൈകൾ പൂവിട്ട് തുടങ്ങി, എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ മാവിൻ്റെ തൈകൾ പൂവിട്ട് തുടങ്ങുന്ന ഒരു ടൈമാണ്, ഈ ഒരു മാസത്തിലാണെങ്കിലും വരുന്ന ടൈമിലാണെങ്കിലും. അപ്പോൾ പൂവിട്ട് തുടങ്ങിയ മാവിൻ്റെ പൂക്കൾ എന്താ ചെയ്യേണ്ടത്, നുള്ളിക്കളയണോ അതോ അങ്ങനെ മാങ്ങളാകാൻ വേണ്ടി നിലനിർത്തണോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഇത് പ്രധാനമായിട്ടും ചോദിക്കുന്നത്, അതായത് റീസെൻ്റായിട്ട് വെച്ചിട്ടുള്ള മാവിൻ തൈകൾ, ഒരു 1 ഇയർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു 2 വർഷമായിട്ട് വെച്ചിട്ടുള്ളത്, അധികം വളരാതെ, അത് അധികം മരമാവാതെ നമുക്ക് ഡ്രമ്മിലോ അല്ലെങ്കിൽ ചെറിയ തൈകളായിരിക്കുന്ന മാവിൻ്റെ തൈകളുള്ള ആൾക്കാരാണ് ചോദിക്കുന്നത്. അല്ലാതെ വലിയ മരമുള്ള ആൾക്കാരല്ല, ചെറിയ തൈകൾ വെച്ചിട്ട് മാവ് പൂത്ത് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഈ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് തന്നെ കാലാപ്പാടി മാവിൻ്റെ തൈ കേട്ടോ. ഏകദേശം ഒരു 2 വർഷം ആയിട്ടുണ്ടാവും. ഈ വർഷം മുതലാണ് അത് പൂത്ത് തുടങ്ങിയത് കേട്ടോ. നല്ല രീതിയിൽ തളിരിലകളും വരുന്നുണ്ട്. അത്യാവശ്യം ഒരു 2 വിരലിൻ്റെ വണ്ണമൊക്കെ വന്നിട്ടുള്ള ഒരു തൈയാണ്. നമ്മളിത് ഡ്രമ്മിലാണ് നട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കാലാപ്പാടി മാവിൽ ഏകദേശം എല്ലാ ശാഖകളിലും പുതിയ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൂക്കൾ കട്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഈ മാവുകൾ, അതായത് അധികം പ്രായമാവാത്ത മാവുകളുടെ പൂക്കൾ നുള്ളിക്കളയണം അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം. പൊതുവേ അല്ലാതും പറയുന്നുണ്ട്, കട്ട് ചെയ്ത് കളയണമെന്നും പറയുന്നുണ്ട്. പക്ഷേ കട്ട് ചെയ്ത് കളയണമെന്നും പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺസ് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അതിൽ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്, ഇത് കൂടുതൽ പ്രൊഡ്യൂസിങ് എനർജി, അതായത് ഈ പൂക്കൾ ഉണ്ടാവുന്നൊരു സമയത്ത് ഈ മാവിൻ തൈകൾ കൂടുതൽ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പൂക്കളാവാൻ വേണ്ടിയിട്ട് ഒരുപാട് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ബാഡായിട്ട്, അതായത് നമുക്ക് വിപരീതമായിട്ട് എങ്ങനെ എഫക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ചയും അതുപോലെ തന്നെ വേരുകളുടെ വളർച്ചയ്ക്കൊക്കെ, വേരുകൾ താഴോട്ട് നല്ല രീതിയിൽ വളരുന്നതിനൊക്കെ അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പൂക്കൾ നുള്ളിക്കളയാൻ പറയുന്നത്. തുടക്കത്തിൽ ചെടികൾ ഒന്ന് വളർന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പൂക്കൾ വളരാൻ അനുവദിച്ച്, അത് മാങ്ങയാവാൻ വേണ്ടി അനുവദിച്ച് കഴിഞ്ഞാൽ വേരുകളും അതുപോലെ തന്നെ ഈ മാങ്ങ പിടിക്കുന്നുണ്ടല്ലോ, മാങ്ങ പിടിക്കുന്ന സമയത്ത് അത് താങ്ങാനുള്ളൊരു ബലവും ഈ മാവിൻ തൈക്ക് കുറയും. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൈമറി, അതായത് പ്ലാന്റിൻ്റെ പ്രൈമറി നീഡ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ ഗ്രോത്താണ്. അല്ലാതെ നമ്മൾ പൂക്കൾ ഉണ്ടാവുന്നതോ കായ്കളോ അല്ല. ആദ്യത്തെ അത് തുടക്ക സ്റ്റേജിൽ നമ്മൾ ചെടിയുടെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് അത് നമുക്ക് പ്രധാനമായിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ നല്ല രീതിയിൽ കരുത്തോടെ വളരാനും ബ്രാഞ്ചസുകൾ ഉണ്ടാവാനുമാണ്. നമ്മൾ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കായാവാൻ വേണ്ടി അനുവദിച്ച് കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചസിൻ്റെ ഗ്രോത്തിനും പ്ലാന്റിൻ്റെ ടോട്ടലുള്ള ഒരു ഗ്രോത്തിനും അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ പൂക്കൾ ആ തുടക്കത്തിൽ നുള്ളിക്കളയാൻ പറയുന്നത്. ഇനി പറയാൻ പോകുന്ന 2 പ്രധാന കാരണങ്ങൾ ശ്രദ്ധിച്ചേക്കുക കേട്ടോ. അത് ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെടിയുടെ ആദ്യത്തെ പൂക്കൾ, അതായത് തുടക്കകാലങ്ങളിലെ പൂക്കൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതായത് ആദ്യ സ്റ്റേജിൽ തുടക്ക സമയത്ത് വളരെ കുറവായിട്ടുള്ള പൂക്കളേ ഉണ്ടാവുള്ളൂ. 1 or 2 ബ്രാഞ്ചിലോ ചെറിയ രീതിയിൽ പൂക്കളേ ഉണ്ടാവുള്ളൂ. നമ്മൾ ആ പൂക്കൾ തീരെ ആരോഗ്യം, മീൻസ് ആ പൂക്കൾ കായകളാവുകയാണെന്നുണ്ടെങ്കിൽ തീരെ ആരോഗ്യം കുറഞ്ഞതും വലിപ്പം കുറഞ്ഞതായിട്ടുള്ള മാങ്ങയാവാൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇത് ടോട്ടലി നമ്മുടെ ചെടിയുടെ എഫക്റ്റ് ചെയ്യാതിരിക്കാനും നെക്സ്റ്റ് ടൈം നമുക്കത് നല്ല രീതിയിൽ മികച്ച കായകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ തുടക്കത്തിലുള്ള പൂക്കൾ നുള്ളിക്കളയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതും 4ാമത്തെ പ്രധാനമായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെടിയുടെ ലോങ് ലൈഫാണ്. അതായത് പ്ലാന്റിൻ്റെ ലോങ് ലൈഫിന് നമ്മൾ ഈ തുടക്ക കാലഘട്ടങ്ങളിൽ പൂക്കൾ നുള്ളിക്കളയുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതായത് നമ്മളിത് പൂക്കൾ കായ് ആവാതെ വിടുകയാണെങ്കിൽ, അതായത് നുള്ളിക്കളയുകയാണെന്നുണ്ടെങ്കിൽ ചെടിയുടെ ഗ്രോത്ത് നല്ല രീതിയിൽ വരികയും ചെയ്യും. നെക്സ്റ്റ് ടൈമിൽ കൂടുതൽ കായകൾ ഉണ്ടാവുകയും ചെയ്യും. പൂക്കളും കായകളും നല്ല രീതിയിലുണ്ടാവും. അത് ചെടിയുടെ തന്നെ ലോങ് ലൈഫിന്, അതായത് നമ്മൾ മാവിൻ തൈകളൊക്കെ നമ്മൾ ഒരുപാട് കാലം ഉണ്ടാവുന്ന ഒരു നമുക്ക് ഫലവൃക്ഷമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ലോങ് ലൈഫിന് ഈ ആദ്യത്തെ 1-2 വർഷങ്ങളിൽ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ വർഷം തൊട്ടിട്ടാണ് അതിന് കായ് ആവാൻ വിടാൻ അനുവദിക്കാവൂ എന്നുള്ളതാണ് പറയാറ്. പക്ഷേ എങ്കിൽ കൂടിയും ആദ്യത്തെ 1-2 വർഷങ്ങളിലെങ്കിലും ഇത് നുള്ളിക്കളയുന്നത് വഴി അതിന് നല്ല രീതിയിൽ ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ ഇത് കട്ട് ചെയ്യുന്നത് ഒരു പോർഷൻ കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ, അതായത് ഇപ്പോൾ തായ്ലാൻഡ് ഓൾ സീസൺ മാങ്ങ ആയാലും കാലാപ്പാടി ആയാലും മറ്റ് ഒരുപാട് മാങ്ങകളുടെ വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ തൈകൾ വാങ്ങി വെച്ചിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തതും ബഡ് ചെയ്തായിട്ടുള്ള ഒരുപാട് തൈകൾ വാങ്ങി വിൽക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ ഒരു വർഷമായതും 2 വർഷമായിട്ടുള്ള തൈകളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് പൂട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക, അവർ പൂട്ട് തുടങ്ങിയ മാവിൻ തൈകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് പൂക്കളൊന്ന് നുള്ളിക്കളയുക. അതുപോലെ കട്ട് ചെയ്ത് കളയുന്നത് ഈ ചെടിയുടെ തന്നെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് നെക്സ്റ്റ് വരുന്ന വർഷങ്ങളിൽ നല്ല രീതിയിൽ പൂക്കളും കായകളും ഉണ്ടാവാനും അതിൻ്റെ ചെടിയുടെ ലോങ് ലൈഫിന് വേണ്ടിയിട്ടും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ, ഈ വീഡിയോ ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതാം കേട്ടോ.